മാവേലിക്കര മണ്ഡലം ഇത്തവണയും കൊടിക്കുന്നിൽ സുരേഷ് നിലനിർത്തിയെങ്കിലും ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞത് UDF ക്യാമ്പിനെ അസ്വസ്ഥരാക്കി. മണ്ഡലത്തിൽ 4ാം വിജയം നേടിയ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 50,000-ൽ അധികം വോട്ടുകളുടെ കുറവാണ് ഉണ്ടായത്. LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറും കൊടിക്കുന്നിൽ സുരേഷും തമ്മിൽ മണ്ഡലത്തിൽ നടന്നത് കടുത്ത പോരാട്ടമായിരുന്നു. 4ാം തവണയും മാവേലിക്കര സീറ്റ് ഉറപ്പിച്ചെങ്കിലും അത്ര സുഖമുള്ള വിജയമല്ല ഈ തെരഞ്ഞെടുപ്പ് കൊടിക്കുന്നിലിന് സമ്മാനിച്ചത്. എന്നും സ്വാധീനിച്ചിരുന്ന ചെങ്ങന്നൂർ, പത്തനാപുരം നിയോജകമണ്ഡലങ്ങളിൽ UDFന് നേരിയ ഭൂരിപക്ഷം മാത്രം. വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച കുന്നത്തൂരും കൊട്ടാരക്കരയും UDFനെ കൈവിട്ടു. ശക്തികേന്ദ്രമായ ചങ്ങനാശ്ശേരിയിലെ 16,450 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കൊടിക്കുന്നിലിനെയും UDFനെയും തുണച്ചത്. കൊടിക്കുന്നിൽ 3,69,516 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ 3,58,648 വോട്ടുകളുമായി തൊട്ടു പിന്നിലെത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വൻ വിജയം നേടിയ കൊടിക്കുന്നിലിന്റെ ഇത്തവണത്തെ ഭൂരിപക്ഷം വെറും 10,868 വോട്ടുകൾ. മാവേലിക്കര, കുന്നത്തൂർ, കൊട്ടാരക്കര മണ്ഡലങ്ങൾ ഇത്തവണ LDFനൊപ്പം നിന്നു. യുവ സ്ഥാനാർത്ഥിയെന്ന LDF പ്രചരണം വോട്ടെണ്ണി തീരുന്നതുവരെ UDFന് വെല്ലുവിളിയായി തന്നെ തുടർന്നു. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയിച്ചെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത്, ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇവിടെ നിന്ന് ജയിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ 60,000 വോട്ടേ ലഭിച്ചുള്ളൂ. അതിന് കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഈ ലോക്സഭാ മണ്ഡലം, മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഉണ്ടാക്കിയിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ വേണ്ടിയുള്ള ഭാഗത്തിനാണ് ഈ ലോക്സഭാ മണ്ഡലം ഉണ്ടാക്കിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല ഇത്തവണ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1,42,984 വോട്ടുകൾ നേടിയ ബൈജു കലാശാല 7,000-ഓളം വോട്ടുകളുടെ വർധനയാണ് ഉണ്ടാക്കിയത്. അതേസമയം LDFനും UDFനും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകൾ കുറയുകയും ചെയ്തു. 24 മാവേലിക്കര.